ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഇന്ന് നമ്മൾ വെറുതെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുക മാത്രമല്ല ചെയ്യുന്നത്, ഓരോ ചോദ്യത്തിനു പിന്നിലെയും രസകരമായ ചരിത്രവും കഥകളും കൂടെ ചർച്ച ചെയ്താണ് മുന്നോട്ടു പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, അല്ലേ? നമുക്കൊട്ടും സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ച നാവികൻ ആരാണ്? ഉത്തരം: ക്രിസ്റ്റഫർ കൊളംബസ്. 1492 ഇന്ത്യയിലേക്ക് വരാൻ വഴി തിരഞ്ഞു പുറപ്പെട്ട കൊളംബസ് ചെന്നെത്തിയത് ഇന്നത്തെ അമേരിക്കൻ തീരങ്ങളിലായിരുന്നു. ഇന്ത്യയിലാണെന്ന് കരുതിയ അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു. 2. അമേരിക്ക എന്ന പേര് വരാൻ കാരണക്കാരനായ ഇറ്റാലിയൻ നാവികൻ ആരാണ്? ഉത്തരം: അമരിഗോ വെസ്പൂച്ചി. കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യയല്ല, അതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് ലോകത്തിന് മനസ്സിലാക്കിക്കൊടുത്തത് അമരിഗോ വെസ്പൂച്ചിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് അമേരിക്ക എന്ന പേരുണ്ടായത്. 3. വടക്കേ അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ ആകെ എത്ര കോളനികളാണ് സ്ഥാപിച്ചിരുന്നത്? ഉത്തരം: 13 കോളനികൾ. പിൽക്കാലത്ത് വലിയൊരു രാജ്യമായി മാറിയ അമേരിക്കയുടെ തുടക്കം ബ്രിട്ടീഷുകാർ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച ഈ 13 കൊച്ചു കോളനികളിൽ നിന്നായിരുന്നു. 4. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോളനി ഏതാണ്? ഉത്തരം: വിർജീനിയ. 1607 ബ്രിട്ടീഷുകാർ വിർജീനിയയിൽ തങ്ങളുടെ ആദ്യത്തെ സ്ഥിരതാമസം ആരംഭിക്കുന്നത്. പുകയില കൃഷിയിലൂടെ വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കോളനി അവർക്ക് നൽകിയത്. 5. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലത്ത് ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം: ജോർജ് മൂന്നാമൻ രാജാവ്. കോളനികളിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന കടുത്ത നികുതി നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു. ഇതാണ് വലിയൊരു വിപ്ലവത്തിന് വഴിമരുന്നിട്ടത്. 6. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസന്റേഷൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുന്നോട്ടുവച്ചത് ആരാണ്? ഉത്തരം: ജെയിംസ് ഒട്ടീസ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അമേരിക്കക്കാർക്ക് യാതൊരു പ്രതിനിധികളും ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ തങ്ങളുടെ മേൽ നികുതി ചുമത്താൻ ബ്രിട്ടന് അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജെയിംസ് ഒട്ടീസ് ഈ മുദ്രാവാക്യം വിളിച്ചത്. 7. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ബോസ്റ്റൺ ചായ വിരുന്ന്, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1773 ഡിസംബർ 16. ബ്രിട്ടന്റെ കടുത്ത ചായനികുതിയിൽ പ്രതിഷേധിച്ച് റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച ഒരു കൂട്ടം ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് കിടന്നിരുന്ന ഇംഗ്ലീഷ് കപ്പലുകളിൽ കയറി ചായപ്പെട്ടി മുഴുവൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണിത്. 8. ബോസ്റ്റൺ ചായ വിരുന്നിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? ഉത്തരം: സൺസ് ഓഫ് ലിബർട്ടി. സൺസ് ഓഫ് ലിബർട്ടി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കോളനികളിൽ രൂപം കൊണ്ട ഒരു രഹസ്യ വിപ്ലവ സംഘടനയായിരുന്നു ഇത്. സാമുവൽ ആഡംസ് ആയിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കളിൽ ഒരാൾ. 9. അമേരിക്കൻ കോളനികൾക്കിടയിൽ വിപ്ലവചിന്ത ഉണർത്തിയ കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം: തോമസ് പെയിൻ. ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ലക്ഷക്കണക്കിനാളുകളാണ് വായിച്ചത്. ഒരു ദ്വീപ് മാത്രമായ ബ്രിട്ടൻ ഒരു വലിയ ഭൂഖണ്ഡത്തെ ഭരിക്കുന്നതിലെ യുക്തിക്കേടാണ് അദ്ദേഹം ഇതിലൂടെ ചോദ്യം ചെയ്തത്. 10. എനിക്ക് സ്വാതന്ത്ര്യം തരുക അല്ലെങ്കിൽ മരണം തരുക എന്ന് പ്രഖ്യാപിച്ച വിപ്ലവകാരി ആരാണ്? ഉത്തരം: പാട്രിക് ഹെൻറി. വിർജീനിയ അസംബ്ലിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഈ ആവേശകരമായ പ്രസംഗം കോളനിയിലെ ജനങ്ങളെ ബ്രിട്ടനെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 11. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1774. ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. ജോർജ് മൂന്നാമൻ രാജാവിന്റെ കടുത്ത നിയമങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ 12 കോളനികളിലെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. 12. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക അമേരിക്കൻ കോളനി ഏതാണ്? ഉത്തരം: ജോർജിയ. ബാക്കി എല്ലാ കോളനികളും പ്രതിനിധികളെ അയച്ചപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേരിട്ടുള്ള സൈനിക സഹായം ആവശ്യമായിരുന്നതുകൊണ്ട് ജോർജിയ മാത്രം ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു. 13. സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യത്തെ വെടിവയ്പ് നടന്ന ലെക്സിംഗ്ടൺ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1775 ഏപ്രിൽ 19. ലോകം മുഴുവൻ കേട്ട വെടിവയ്പ് എന്നാണ് ഇതിനെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇതിലൂടെ ബ്രിട്ടീഷ് സൈന്യവും അമേരിക്കൻ മിലിഷ്യയും തമ്മിലുള്ള ഔദ്യോഗിക യുദ്ധത്തിന് തുടക്കമായി. 14. വിപ്ലവ സൈന്യത്തിന്റെ കോണ്ടിനെന്റൽ ആർമി കമാൻഡർ ഇൻ ചീഫായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം: ജോർജ് വാഷിംഗ്ടൺ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസാണ് ജോർജ് വാഷിംഗ്ടണെ സൈന്യത്തിന്റെ തലവനായി ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ മികച്ച നേതൃത്വമാണ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയത്. 15.
അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന ചരിത്രപ്രസിദ്ധമായ തീയതി ഏതാണ്? ഉത്തരം 1776 ജൂലൈ 4. ഈ ദിവസമാണ് 13 കോളനികളും ബ്രിട്ടനിൽ നിന്ന് തങ്ങൾ പൂർണ്ണ സ്വതന്ത്രരായതായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത്. 16. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പി ആരാണ്? ഉത്തരം തോമസ് ജെഫേഴ്സൺ. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ രേഖകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരും തുല്യരായാണ് ജനിച്ചതെന്നും അവർക്ക് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം ഇതിൽ എഴുതിവെച്ചു. 17. തോമസ് ജെഫേഴ്സനെ കൂടാതെ സ്വാതന്ത്ര്യപ്രഖ്യാപന രേഖ തയ്യാറാക്കാൻ സഹായിച്ച മറ്റൊരു പ്രമുഖ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനായ അദ്ദേഹം അമേരിക്കയുടെ ആദ്യകാല നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഫ്രാൻസിന്റെ സൈനിക സഹായം അമേരിക്കയ്ക്ക് ഉറപ്പാക്കിയത് ഇദ്ദേഹമാണ്. 18. യുദ്ധത്തിൽ അമേരിക്കൻ കോളനികൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. ബ്രിട്ടന്റെ കടുത്ത ശത്രുക്കളായിരുന്ന ഫ്രാൻസ് സരഡോഗ യുദ്ധത്തിലെ അമേരിക്കയുടെ വിജയം കണ്ടതിനുശേഷമാണ് പരസ്യമായി അമേരിക്കയെ പിന്തുണച്ച് യുദ്ധരംഗത്തേക്ക് വന്നത്. ഇത് ബ്രിട്ടന് വലിയ തിരിച്ചടിയായി. 19. സ്വാതന്ത്ര്യസമരത്തിന്റെ ഗതി മാറ്റിയ സരഡോഗ യുദ്ധം ബാറ്റിൽ ഓഫ് സരറ്റോഗ നടന്ന വർഷം ഏതാണ്? ഉത്തരം 1777. ഈ യുദ്ധത്തിൽ ഒരു വലിയ ബ്രിട്ടീഷ് സൈന്യം അമേരിക്കൻ പടയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഈ വിജയമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തിൽ വിശ്വാസം വരാൻ കാരണമാക്കിയത്. 20. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം അവസാനിക്കാൻ കാരണമായ അവസാനത്തെ പ്രധാന യുദ്ധം ഏതാണ്? ഉത്തരം യോർക്ക് ടൗൺ യുദ്ധം ബാറ്റിൽ ഓഫ് യോർക്ക് ടൗൺ. 1781 നടന്ന ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ജനറലായ കോൺവാലിസ് പ്രഭു ജോർജ് വാഷിംഗ്ടണിന്റെയും ഫ്രഞ്ച് സൈന്യത്തിന്റെയും മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങാൻ നിർബന്ധിതനായി. 21. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകരിച്ച കരാർ ഏതാണ്? ഉത്തരം പാരീസ് ഉടമ്പടി ട്രീറ്റി ഓഫ് പാരിസ്. 1783 ഈ കരാർ ഒപ്പിട്ടത്. ഇതോടെ 13 കോളനികളും സ്വതന്ത്ര രാജ്യങ്ങളാണെന്ന് ബ്രിട്ടൻ സമ്മതിക്കുകയും യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കുകയും ചെയ്തു. 22. അമേരിക്കൻ ഐക്യനാടുകളുടെ USA ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് വാഷിംഗ്ടൺ. വിപ്ലവ സൈന്യത്തെ നയിച്ച് വിജയിപ്പിച്ച അദ്ദേഹം 1789 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് അമേരിക്കയുടെ തലസ്ഥാനത്തിന് വാഷിംഗ്ടൺ DC എന്ന് പേരിട്ടത്. 23. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക USA. 1787 ഫിലാഡൽഫിയ കൺവെൻഷനിൽ വെച്ചാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. 1789 ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നു. 24. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിലും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവരുന്നതിലും ഇദ്ദേഹമാണ് പ്രധാന പങ്ക് വഹിച്ചത്. 25. ബ്രിട്ടീഷ് പാർലമെന്റ് കോളനികളിലെ പത്രങ്ങൾക്കും നിയമപരമായ രേഖകൾക്കും നികുതി ചുമത്തിക്കൊണ്ട് പാസാക്കിയ കടുത്ത നിയമം ഏതാണ്? ഉത്തരം സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് 1765 ഈ നിയമം കൊണ്ടുവന്നത്. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പേപ്പറുകൾക്ക് വരെ നികുതി നൽകേണ്ടി വന്നത് ജനങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. 26. ബ്രിട്ടീഷ് സൈനികർക്ക് താമസിക്കാനും ഭക്ഷണം നൽകാനും കോളനിക്കാർ നിർബന്ധിതരായ നിയമം ഏതാണ്? ഉത്തരം ക്വാർട്ടറിംഗ് ആക്ട്. ക്വാർട്ടറിംഗ് ആക്ട്. സ്വന്തം ചിലവിൽ ശത്രുസൈന്യത്തെപ്പോലെ വന്നിരിക്കുന്ന ബ്രിട്ടീഷ് പടയാളികളെ സംരക്ഷിക്കേണ്ടി വന്നത് കോളനികളിലെ ജനങ്ങളിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധത വളർത്തി. 27. വിപ്ലവത്തിനു തൊട്ടുമുമ്പ് ബ്രിട്ടീഷ് സൈന്യം പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത ബോസ്റ്റൺ കൂട്ടക്കൊല ബോസ്റ്റൺ മാസക്കർ നടന്ന വർഷം ഏതാണ്? ഉത്തരം 1770. സമാധാനപരമായി പ്രതിഷേധിച്ച ജനക്കൂട്ടത്തിനു നേരെ ബ്രിട്ടീഷ് സൈന്യം നടത്തിയ വെടിവെപ്പിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇത് വിപ്ലവത്തിന്റെ തീ ആളിക്കെത്തിക്കാൻ കാരണമായി. 28. ബോസ്റ്റൺ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വിപ്ലവകാരി ആരാണ്? ഉത്തരം ക്രിസ്പസ് ആറ്റക്സ്. ക്രിസ്പസ് അറ്റക്സ്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായാണ് ചരിത്രം ഇദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 29. അമേരിക്കയുടെ സ്വാതന്ത്ര്യപ്രഖ്യാപന രേഖയിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി ആരാണ്? ഉത്തരം ജോൺ ഹാൻകോക്ക്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ജോർജ് മൂന്നാമൻ രാജാവിന് കണ്ണട വയ്ക്കാതെ തന്നെ വായിക്കാൻ പാകത്തിൽ വളരെ വലുപ്പത്തിലാണ് രേഖയിൽ ഒപ്പിട്ടത്. 30.
അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ പിന്തുണച്ച പ്രശസ്തനായ ഇംഗ്ലീഷ് ദാർശനികൻ ആരാണ്? ഉത്തരം ജോൺ ലോക്ക്. അദ്ദേഹത്തിന്റെ സ്വാഭാവിക അവകാശങ്ങൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന ആശയമാണ് തോമസ് ജെഫേഴ്സനെ സ്വാതന്ത്ര്യപ്രഖ്യാപന രേഖ എഴുതാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. 31. അമേരിക്കയുടെ സ്വാതന്ത്ര്യസമരത്തെയും ഭരണഘടനയെയും കുറിച്ച് വിശദീകരിക്കുന്ന ദി ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എഴുതിയ പ്രധാന നേതാവ് ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഹാമിൽട്ടൺ. അമേരിക്കയുടെ ആദ്യത്തെ ട്രഷറി സെക്രട്ടറിയായ ഇദ്ദേഹം ജെയിംസ് മാഡിസണൊപ്പം ചേർന്നാണ് ഭരണഘടനയെ ജനകീയമാക്കാൻ ഈ ലേഖനങ്ങൾ എഴുതിയത്. 32. യോർക്ക് ടൗൺ യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ച പ്രശസ്തനായ ഫ്രഞ്ച് സൈനിക കമാൻഡർ ആരാണ്? ഉത്തരം മാർക്വിസ് ഡി ലഫയറ്റ്. മാർക്കീസ് ഡെ ലഫയറ്റ്. അമേരിക്കക്കാരുടെ സ്വാതന്ത്ര്യ താൽപര്യങ്ങളിൽ ആകൃഷ്ടനായി സ്വന്തം ചിലവിൽ സൈന്യവുമായി വന്ന് ജോർജ് വാഷിംഗ്ടണിനൊപ്പം പോരാടിയ ധീരനാണ് ഇദ്ദേഹം. 33. അമേരിക്കൻ വിപ്ലവകാലത്ത് ബ്രിട്ടനെ പിന്തുണച്ച കോളനിക്കാരെ വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ലോയലിസ്റ്റുകൾ. ലോയലിസ്റ്റ്സ്. ബ്രിട്ടീഷ് രാജാവിനോട് കൂറുപുലർത്തിയ ഇവരെ ടോറികൾ എന്നും വിളിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ പേട്രിയറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. 34. വിപ്ലവ സൈന്യത്തിന് രഹസ്യവിവരങ്ങൾ ചോർത്തി നൽകാൻ ജോർജ് വാഷിംഗ്ടൺ രൂപീകരിച്ച ചാരസംഘടന ഏതാണ്? ഉത്തരം കൽപ്പർ സ്പൈറിംഗ്. കൽപ്പർ സ്പൈറിംഗ്. കത്തുകളിൽ രഹസ്യമഷി ഉപയോഗിച്ചും കോഡുകൾ ഉപയോഗിച്ചും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ ഈ രഹസ്യസംഘം വാഷിംഗ്ടണെ ഒത്തിരി സഹായിച്ചു. 35. ബ്രിട്ടീഷ് പാർലമെന്റ് ചായ നികുതി പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1773. ഈ ചായ നികുതിയാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ ബോസ്റ്റൺ ചായ വിരുന്നിലേക്ക് നയിച്ചതും വിപ്ലവത്തിന് വഴിമരുന്നിട്ടതും. 36. അമേരിക്കൻ വിപ്ലവത്തിൽ പങ്കെടുത്ത കപ്പൽപ്പടയുടെ തലവനായ അമേരിക്കൻ നാവികസേനയുടെ പിതാവ് ആരാണ്? ഉത്തരം ജോൺ പോൾ ജോൺസ്. കടലിൽ ബ്രിട്ടീഷ് നാവികസേനയോട് ഏറ്റുമുട്ടി ഞാൻ ഇതുവരെ പോരാട്ടം തുടങ്ങിയിട്ടേയില്ല എന്ന് പ്രഖ്യാപിച്ച ധീരനായ നാവികനായിരുന്നു അദ്ദേഹം. 37. അമേരിക്കൻ ഭരണഘടന ഒപ്പിട്ട ഹാളായ ഇൻഡിപെൻഡൻസ് ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഫിലാഡൽഫിയ. അമേരിക്കയുടെ സ്വാതന്ത്ര്യപ്രഖ്യാപനവും ഭരണഘടനാ നിർമ്മാണവും നടന്നത് ഈ ചരിത്രപ്രസിദ്ധമായ കെട്ടിടത്തിൽ വെച്ചാണ്. 38. വിപ്ലവകാലത്ത് അമേരിക്കൻ സൈന്യത്തിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച 1777-ലെ തണുപ്പുകാല ക്യാമ്പ് എവിടെയായിരുന്നു? ഉത്തരം വാലി ഫോർജ്. വാലി ഫോർജ്. കടുത്ത മഞ്ഞും ആഹാരമില്ലായ്മയും രോഗങ്ങളും കാരണം ആയിരക്കണക്കിന് സൈനികർ മരിച്ചിട്ടും ജോർജ് വാഷിംഗ്ടൺ തന്റെ സൈന്യത്തിന്റെ വീര്യം ചോരാതെ കാത്തുസൂക്ഷിച്ച സ്ഥലമാണിത്. 39. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൽ ബ്രിട്ടനുവേണ്ടി കൂലിക്ക് യുദ്ധം ചെയ്ത ജർമ്മൻ സൈനികർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം ഹെസ്സിയൻസ്. ഹെഷ്യൻസ്. സ്വന്തം സൈന്യത്തിനു പുറമെ ജർമ്മനിയിലെ ഹെസ്സെ പ്രദേശത്തുനിന്നുള്ള ഈ വാടക സൈനികരെ കൂടിയാണ് ബ്രിട്ടൻ അമേരിക്കക്കാരെ അടിച്ചമർത്താൻ ഉപയോഗിച്ചത്. 40. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖയിൽ ഒപ്പുവെച്ച ഏക കത്തോലിക്കാ പ്രതിനിധി ആരാണ്? ഉത്തരം ചാൾസ് കരോൾ. ഒപ്പുവെച്ചവരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതും വിപ്ലവത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകിയതും ഇദ്ദേഹമായിരുന്നു. 41. അമേരിക്കൻ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ ഡ്രിൽ ചെയ്യാനും അച്ചടക്കം പഠിപ്പിക്കാനും സഹായിച്ച പ്രഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ബാരൻ വോൺ സ്റ്റ്യൂബൻ. ബാരൻ ഫോൺ സ്റ്റ്യൂബൻ. വാലി ഫോർജിലെ കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ വന്ന് സാധാരണക്കാരായ കർഷകരെ പ്രൊഫഷണൽ സൈനികരാക്കി മാറ്റിയത് ഇദ്ദേഹത്തിന്റെ കഠിന പരിശീലനമായിരുന്നു. 42. വിപ്ലവ സൈന്യത്തിന്റെ ജനറലായിരുന്നിട്ടും പിന്നീട് ബ്രിട്ടീഷ് പക്ഷത്തേക്ക് മാറിയ ചരിത്രപ്രസിദ്ധനായ ചതിയൻ ആരാണ്? ഉത്തരം ബെനഡിക്ട് അർണോൾഡ്. തുടക്കത്തിൽ വലിയ വിജയങ്ങൾ നേടുത്തുന്ന നേതാവായിരുന്നെങ്കിലും പിന്നീട് പണത്തിനും പദവിക്കും വേണ്ടി അമേരിക്കൻ കോട്ടയായ വെസ്റ്റ് പോയിന്റ് ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു. 43. അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രതീകമായ ലിബർട്ടി ബെൽ. ലിബർട്ടി ബെൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം ഫിലാഡൽഫിയ. സ്വാതന്ത്ര്യപ്രഖ്യാപന രേഖ പൊതുജനങ്ങൾക്കായി വായിച്ചു കേൾപ്പിച്ച സമയത്ത് മുഴങ്ങിയ ഈ മണി ഇന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരടയാളമാണ്. 44. യുദ്ധത്തിലും സമാധാനത്തിലും സ്വന്തം നാട്ടുകാരുടെ ഹൃദയത്തിലും ഒന്നാമൻ എന്ന് ജോർജ് വാഷിംഗ്ടണെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഹെൻറി ലീ. വാഷിംഗ്ടണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഹെൻറി ലീ നടത്തിയ അനുശോചന പ്രസംഗത്തിലെ വരികളാണിത്. 45. അമേരിക്കൻ കോളനികൾക്കുമേൽ ബ്രിട്ടൻ ഏർപ്പെടുത്തിയ കടുത്ത നിയമങ്ങളെ ഒന്നിച്ചു വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ഇൻടോളറബിൾ ആക്ട്സ്. ഇൻടോളറബിൾ ആക്ട്സ്. ബോസ്റ്റൺ ചായ വിരുന്നിന് പ്രതികാരമായി ബോസ്റ്റൺ തുറമുഖം അടച്ചുപൂട്ടിയതടക്കമുള്ള ഈ അസഹനീയമായ നിയമങ്ങളാണ് കോളനികളെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നയിച്ചത്. 46. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം
പേറ്റൺ റാൻഡോൾഫ്. വിർജീനിയയിൽ നിന്നുള്ള പ്രമുഖ നേതാവായിരുന്ന ഇദ്ദേഹമാണ് കോളനികളുടെ ആദ്യത്തെ കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിച്ചത്. 47. അമേരിക്കൻ വിപ്ലവകാലത്ത് കപ്പലുകൾക്ക് വഴികാട്ടാൻ ആദ്യമായി അന്തർവാഹിനി സബ്മറീൻ ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. ടർട്ടിൽ എന്നു പേരുള്ള ഒരാൾക്കു മാത്രമിരിക്കാൻ പറ്റുന്ന ലോകത്തിലെ ആദ്യത്തെ സൈനിക അന്തർവാഹിനി വിപ്ലവകാലത്താണ് അമേരിക്കക്കാർ നിർമ്മിച്ചത്. 48. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഫലമായി ലോകചരിത്രത്തിലുണ്ടായ മറ്റൊരു വലിയ വിപ്ലവം ഏതാണ്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ. അമേരിക്കയെ സഹായിച്ചതിലൂടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായ ഫ്രാൻസിലെ ജനങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ ആശയങ്ങളിൽ നിന്ന് ആവേശമുൾക്കൊണ്ടാണ് 1789 സ്വന്തം രാജാവിനെതിരെ വിപ്ലവം ആരംഭിച്ചത്. 49. അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം ബിൽ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ്. പൗരന്മാരുടെ പ്രസംഗസ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, മാധ്യമസ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുനൽകുന്ന ഈ ഭാഗം 1791 ഭരണഘടനയോട് ചേർത്തത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വിജയകരമായി 49 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള 50ാമത്തെ ചോദ്യമിതാ. ചോദ്യം 50. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ വിപ്ലവ സൈന്യത്തിന്റെ തലവനും പിൽക്കാലത്ത് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റുമായി മാറിയ മഹാനായ നേതാവ് ആരാണ്? നിങ്ങളുടെ കമന്റുകൾ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. കേവലം 13 സാധാരണ കോളനികൾ ഒന്നിച്ചു ചേർന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി വിജയിച്ച കഥയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണിത്. ഇതുപോലുള്ള കൂടുതൽ ചരിത്ര പൊതുവിജ്ഞാന ലൈവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവുമായി കമന്റ് ബോക്സിൽ കാണാം. അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും വരാം.